ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കോർപ്പറേറ്റ് ഓഫീസുകളിലൊക്കെ സ്ലീപ്പിംഗ് പോഡ്സ് ഉണ്ട്. അതായത് ജോലിക്കിടയിൽ ഒന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ട് അതിനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളതാണ് സ്ലീപ്പിംഗ് പോഡ്സ് എന്ന് പറയുന്നത്. അതാകുമ്പോൾ ജോലിക്കിടയിൽ ഈ പറഞ്ഞ പോലെ പ്രഷറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രഷർ ഒന്ന് കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് തൊഴിലാളികൾ ജോലിക്ക് വരികയാണെങ്കിൽ അതൊരു പ്രൊഡക്ടിവിറ്റി കൂട്ടുമെന്ന വിശ്വാസമൊക്കെ ഉള്ളത് കൊണ്ടാണ് സ്ലീപ്പിംഗ് പോഡ്സ് ഈ കോർപ്പറേറ്റ് ഓഫീസുകളിലൊക്കെ അത്തരത്തിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോഡ് സ്റ്റേകളുമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊച്ചിയിലും അങ്ങനെ ഒരു സംഗതി വന്നിരിക്കുകയാണ്. കൊച്ചിയിൽ എത്തുന്നവർക്ക് നന്നായി വിശ്രമിക്കാനായിട്ടാണ് ഇത്തരത്തിൽ പുതിയൊരു ഇടം ഉണ്ടായിരിക്കുന്നത്. അതാണ് കൊച്ചിൻ പോഡ്സ്. വിദേശ രാജ്യങ്ങളിൽ വിജയിച്ച ഈ പോഡ് സ്റ്റേ മാതൃക ഇതിനോടകം തന്നെ കേരളത്തിലും ജനപ്രീതി നേടുകയാണ്. മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ സ്ലീപ്പിംഗ് പോഡുകളിൽ താമസ സൗകര്യം ലഭ്യമാകും. നമുക്കൊന്ന് കണ്ടുവരാം. ഒന്നോ അതിലധികം ദിവസത്തേക്കായി കൊച്ചിയിലേക്ക് എത്തുന്നവരാണോ നിങ്ങൾക്ക് വിശ്രമിക്കാൻ അഫോർഡബിൾ റേറ്റിലുള്ള സ്ലീപ്പിംഗ് പോഡുകൾ ഇവിടെ റെഡിയാണ്. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷന് സമീപത്തായി കൊച്ചിൻ പോഡ്സ് എന്ന പേരിലാണ് അവ ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. സിംഗിൾ ഒക്യുപ്പൻസിയിലുള്ള 26 പോഡുകളും ഡബിൾ ഒക്യുപ്പൻസിയിലുള്ള 34 പോഡുകളും അടക്കം 60 സ്ലീപ്പിംഗ് പോഡുകളാണ് 3 നിലകളിലായി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതാണ് ഒരു സ്ലീപ്പിംഗ് പോഡിന്റെ അകം. ഒരാൾക്ക് സുഖമായിട്ട് നിവർന്ന് കിടക്കാനുള്ളൊരു ബെഡ് സ്പേസ്. അതുപോലെ തന്നെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ് ഇതിന്റെ അകം. കൂടാതെ നമുക്ക് മൊബൈൽ ഫോൺ ചാർജിന് ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒരു പ്ലഗ് വരുന്നുണ്ട്. കൂടാതെ 2 USB പോർട്ട്, പിന്നെ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അത് ഹാങ് ചെയ്യാനൊരു ഇടം, അതുപോലെ ഒരു മിറർ. പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ ഒരു കൺട്രോൾ ബോർഡാണ് വരുന്നത്. AC കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം വരുന്നുണ്ട്, ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം. ഇത്തരം സജ്ജീകരണങ്ങളാണ് ഇതിൻ്റെ ഉള്ളത്. അതോടൊപ്പം തന്നെ വെന്റിലേഷൻ സൗകര്യത്തിനായിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് വെന്റിലേഷൻ സൗകര്യവും ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും സുഖമായി കിടക്കാൻ പറ്റുന്ന ഒരിടം. അതുപോലെ തന്നെ എന്തെങ്കിലും വായിക്കാനും മറ്റുമായി അവിടെ ഒരു റീഡിംഗ് സ്പേസ് ഉണ്ട്. അവിടെ റീഡിംഗ് ലൈറ്റും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റ് സ്റ്റേകളിലെ അപേക്ഷിച്ച് ഇതിനകത്ത് ഒരുപാട് പ്രൈവസി ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് ലക്ഷറി ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് കമ്പോണൻസ് വിച്ച് സ്ട്രൈക്സ് സിമിലർ ടു സ്റ്റാർ ഹോട്ടൽ. ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ലിനൻ ആയാലും. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം ആൾക്കാർക്ക് ബെസ്റ്റ് സ്ലീപ്പ് കൊടുക്കുക. ഒരു എഞ്ചിനീയർഡ് സ്ലീപ്പ് എന്നാണ് നമ്മൾ ഇതിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ആ സ്ലീപ്പ് എത്രത്തോളം അവർക്ക് ഒരു സിറ്റിയിലൊരാൾ പെട്ടെന്ന് വന്നു അവർക്ക് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നല്ല സൗണ്ടായിട്ട് ഉറങ്ങണം. ഉദാഹരണം പറഞ്ഞാൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, എക്സാം എഴുതാൻ വരുന്ന കുട്ടികൾ, പിന്നെ ബിസിനസ് ആൾക്കാർ ഭയങ്കര ടയർഡായിരിക്കും. അവർക്കൊക്കെ നല്ലൊരു സൗണ്ട് സ്ലീപ്പ് അവർ വിചാരിക്കുന്ന ഒരു റേറ്റിൽ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ 4 hours 499 കോൺസെപ്റ്റിലാണ്. പിന്നെ 12 hours 799, 24 hours നമ്മൾ 999 സിംഗിൾ സ്റ്റേ. ഫോറിനേഴ്സാണ് ഒരുപാട് ഇതിന് പെട്ടെന്ന് ഈസിലി അഡാപ്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ അവരിത് പലയിടത്തും ഉപയോഗിച്ചത് കൊണ്ട് അവരുടെ അടുത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ലോങ് സ്റ്റേക്കും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലോങ് സ്റ്റേയിൽ ട്രിവാൻഡ്രത്ത് ഒരുപാട് ഒരു ലോങ് സ്റ്റേ ഉണ്ടായിരുന്നു. 30 days നിന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് അതിൻ്റേതായ ലെവലിലുള്ള ലോങ് സ്റ്റേൻ്റെ ഡിസ്കൗണ്ട്സും അതിൻ്റെ ഓഫേഴ്സൊക്കെ ഉണ്ടാകും. 12 പേരടങ്ങുന്ന ഗ്രൂപ്പോ ഫാമിലിക്കോ താമസിക്കാൻ പറ്റിയ പ്രത്യേക ഇടങ്ങളും ഇവിടെ തയ്യാറാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സുജോയ് എഡ്വേർഡിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ലക്ഷറിയും പ്രൈവസിയുമാണ് ഈ പോഡ് സ്റ്റേ ഓഫർ ചെയ്യുന്നത്. വിഷ്ണുപ്രകാശ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പറയാൻ. വിഷ്ണു, എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എക്സാമിന് വരുന്നവർ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഇപ്പോൾ ഒരു സ്ഥലം സന്ദർശിക്കാൻ വരുന്നവർക്കൊക്കെ കുറച്ചു നേരം ഒന്ന് സുഖമായി ഉറങ്ങണം, വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയ ഒരിടമാണ് ഈ പോഡ് സ്റ്റേകൾ അല്ലേ. സാധാരണ നമ്മൾ സ്റ്റേ എടുക്കുകയാണെങ്കിൽ അവിടെ നിശ്ചിതമായ ചെക്ക് ഇൻ ടൈം, ചെക്ക് ഔട്ട് ടൈം ഒക്കെ ഉണ്ട്. 12 മണിക്കൂർ എന്നത് ഒരു 2 മണിക്കൂർ വിശ്രമിക്കാനാണെങ്കിൽ പോലും ആ ഒരു ദിവസത്തിൻ്റെ തുക നൽകേണ്ടി വരും. പക്ഷേ സ്ലീപ്പ് പോഡുകളാവുമ്പോൾ, പോഡ് സ്റ്റേകളാവുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സൗകര്യമുണ്ട് അല്ലേ വിഷ്ണു? വിദേശ രാജ്യങ്ങളിലെല്ലാം കണ്ട ഒരു മാതൃകയാണ് ഒരു സ്ലീപ്പിംഗ് പോഡ് മാതൃക. 2016 ഇന്ത്യയിലേക്ക് ഈ ഒരു മാതൃക ആദ്യമായി കൊണ്ടുവരുന്നത്. അത് മുംബൈയിലായിരുന്നു. ആ ഒരു പ്ലാനിൻ്റെ ഒരു വിജയം കണ്ടിട്ടാണ് ഡോക്ടർ ഷെഹനാസിന് ഇത്തരം ഒരു ഐഡിയ ഇത് ദക്ഷിണേന്ത്യയിലേക്ക് കൊണ്ടുവരണം, അപ്പോൾ കേരളത്തിൽ തന്നെ കൊണ്ടുവരാം എന്നൊരു ആശയം ഉദിക്കുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്താണ് ആദ്യമായി ഒരു കേരളത്തിലെ സ്ലീപ്പിംഗ് പോഡ്, വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ലീപ്പിംഗ് പോഡ് തിരുവനന്തപുരത്ത് ഡോക്ടർ ഷെഹനാസ് തന്നെ ആരംഭിച്ച ട്രിവ് പോഡ്സ് എന്ന പേരിലുള്ള
മറ്റൊരു സ്ലീപ്പിംഗ് പോഡ് കൊണ്ടുവരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. പിന്നീട് മറ്റു സംസ്ഥാനങ്ങളിലടക്കം, അതായത് ബംഗളൂരുവിലും കൃഷ്ണഗിരിയിലും ഉണ്ട്, കൂടാതെ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. 3 എണ്ണമാണ് നിലവിൽ അവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി കൊച്ചിയിലേക്കും ആ ഒരു മാതൃക കൊണ്ടുവന്നിരിക്കുകയാണ്. കൊച്ചി സൗത്ത് മെട്രോ സ്റ്റേഷന് സമീപത്താണ് ഏറ്റവും സൗകര്യപ്രദമായ അല്ലെങ്കിൽ സുഖമായിട്ടുള്ള ഒരു ഉറക്കം അത് ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ലീപ്പിംഗ് പോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരാൾക്ക് ഒരു യാത്രയ്ക്ക് കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് സുഖമായി ഉറങ്ങാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ വീട് പോലെ അത്ര വലിയ സൗകര്യമല്ലെങ്കിലും നമുക്ക് സുഖമായി ഉറങ്ങാൻ വേണ്ട, നീണ്ടു നിവർന്ന് കിടന്ന് AC കണ്ടീഷൻഡാണ്, അത്തരത്തിലുള്ള സുഖമായിട്ടുള്ള ഒരു ഉറക്കം ആണ് ഈ ഒരു സ്ലീപ്പിംഗ് പോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ വരുന്ന കാലത്തിൽ ഭാവിയിൽ ഇപ്പോൾ വലിയ ഒരു സ്വീകാര്യത ഇതിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്. കാരണം തിരുവനന്തപുരത്തടക്കം മണിക്കൂറുകൾക്ക് ആണ് ഇതിൻ്റെ ഒരു നിരക്കുള്ളത്. പക്ഷേ മണിക്കൂറുകൾ വിട്ട് ദിവസങ്ങളോളം അവിടെ ആളുകൾ വന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൻക്വയറികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് സ്പേസിൽ ഒരു സ്ലീപ്പിംഗ് ബോർഡ് തയ്യാറാക്കും. അതുപോലെ വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ 12 പേരടങ്ങുന്ന അത്രയും വലിയ ഒരു ഗ്രൂപ്പിന് ഒരുമിച്ച് കഴിയാവുന്ന അവരുടെ ഒരു പ്രൈവസിക്ക് പോലെ ഒരു സെപ്പറേറ്റ് വാഷ്റൂം അടക്കമുള്ള സംവിധാനങ്ങളുള്ള ഒരു തരത്തിലുള്ള അങ്ങനെ ഒരു കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു നവീകരിച്ച ഒരു മാതൃകയാണ് കൊച്ചിയിൽ അവലംബിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വരും നാളുകളിൽ അത് കൂടുതൽ ഈ കേരള സംസ്ഥാനത്ത് തന്നെ വിവിധ ജില്ലകളിലേക്കും ഇതേ ജില്ലകളിൽ ഇത് വരുമല്ലേ? കാരണം ജനപ്രീതി അത്രയും ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു രീതി. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിനായിട്ട് വരുന്നെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസത്തേക്ക് ഒരു ജില്ല സന്ദർശിക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കൊച്ചിയിലേക്ക് ഒരു ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ അല്പസമയം വിശ്രമിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പോഡ് സ്റ്റേകൾ ചൂസ് ചെയ്യാവുന്നതാണ്. മറ്റേ സാധാരണയുള്ള റൂമുകൾ ബുക്ക് ചെയ്യുന്നതിനേക്കാളും ഇത് തന്നെയാണ് നല്ലത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുച്ഛമായ വിലയല്ല, പക്ഷേ അഫോർഡബിൾ റേറ്റിൽ ലഭിക്കുമെന്നതാണ്. ലക്ഷറി രീതി തന്നെയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. വൈഫൈ ഉണ്ട്, അതോടൊപ്പം എല്ലാ എയർ കണ്ടീഷണഡ് ആണ്, എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അഫോർഡബിൾ പ്രൈസിന് ഇത് ലഭ്യമാകുമെന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിലുടനീളം നമുക്ക് ഈ ഒരു പോഡ് സ്റ്റേകൾ പ്രതീക്ഷിക്കാം അല്ലേ? ശരി.